അപ്പോൾ ആൻഡമാനിൽ ഒരു ദേവദാസൻ്റെ രണ്ട് കാലം മുറിച്ച ഒരു ദേവദാസിനെ സഹായിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ വന്നതാണ്. സാധാരണ ഞാൻ ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഇത്രയും ദൂരം ഞാൻ വന്നത് എന്താണെന്ന് ഒരു പക്ഷേ ചിന്തിക്കാം. പക്ഷെ ഞാൻ നേരിട്ട് കണ്ടെങ്കിൽ മാത്രമേ ഞാനൊരു സഹായിക്കാൻ വേണ്ടി കിട്ടൊരു വീഡിയോ ഇടുകയുള്ളൂ. അപ്പോൾ രണ്ട് കാലം മുറിച്ചതാണ് അദ്ദേഹത്തിൻ്റെ. എങ്കിലും അദ്ദേഹത്തെ നേരിട്ട് കണ്ടെങ്കിൽ മാത്രമേ ഞാൻ വീഡിയോ ഇടാറുള്ളൂ ആരുടെയും. അപ്പോൾ അങ്ങനെ ഞാൻ ആൻഡമാനിൽ വന്നതാണ്. അപ്പോൾ ആൻഡമാനിൽ വന്നപ്പോൾ ഇവിടുത്തെ ഗ്രാമപ്രദേശം ഒന്ന് ശരിക്കൊന്ന് കാണണമെന്ന് വിചാരിച്ചു. പക്ഷേ അവിടെ വീടുകളൊക്കെ അതൊന്ന് ക്യാമറയിൽ പകർത്തണമെന്ന് വിചാരിച്ചു. ഇതാണ് ആൻഡമാനിലെ യഥാർത്ഥമായ ഗ്രാമപ്രദേശം. ഇത് ഇപ്പം നമ്മൾ കാണുന്ന പാവലുണ്ട്, നമ്മുടെ നാട്ടിലെ ചെമ്പരത്തിപ്പൂവുണ്ട്, പിന്നെ കമുങ്ങുണ്ട്, നമ്മുടെ വാഴ കാണുന്നുണ്ട്. നമ്മുടെ വാഴ ഇതാണ് പാവൽ കൃഷി. പിന്നെ 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 കുരയ്ക്കുന്ന ഒരാൾ ഇവിടെ നിൽപ്പുണ്ട്. പിന്നെ അത് കൂടാതെ നമ്മുടെ നാട്ടിലെ ഓമയ്ക്കയുണ്ട്, കണ്ടോ, നമ്മുടെ നാട്ടിലെ ഓമയ്ക്ക, മാവും തൈ. പിന്നെ അത് കൂടാതെ രണ്ടുപേരെ നിങ്ങൾ കണ്ടോ, കോഴി നിൽക്കുന്നുണ്ടോ, കോഴി. അപ്പോൾ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഉണ്ട് കോഴിയൊക്കെ. അപ്പോൾ അങ്ങനെ വളരെ നമ്മുടെ നാടുമായിട്ട് വളരെ ഇഴകിച്ചേർന്ന ഒന്നാണ് ഇത്, നമ്മുടെ തനി നാടൻ പ്രദേശം. ഇപ്പോൾ ഇവിടുത്തെ കൃഷിയിടങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തെങ്ങുണ്ട്. ഓക്കെ, ആൻഡമാനിലൊരു വീടാണ്, ഗ്രാമപ്രദേശത്തെ ഒരു വീടാണ്. നമുക്ക് വേറെയും വീടുകൾ കാണാം, പക്ഷെ ഇവിടെ ഒരു മഴയായതുകൊണ്ട് വെളിയിൽ ഇറങ്ങാൻ പറ്റുന്നില്ല. ഇത് ആൻഡമാനിലെ ഒരു ഗ്രാമപ്രദേശത്തെ ഒരു വീടാണ്. നമ്മുടെ കൊച്ചു കേരളം പോലെയുണ്ട്. ആൻഡമാൻസിലുള്ള കുറച്ച് സാമ്പത്തിക ശേഷിയുള്ളവർ താമസിക്കുന്ന വീടാണിത്. പക്ഷെ നമ്മളൊരു പ്രത്യേകത ഇതിനകത്ത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ നാട്ടിലെ പോലെ ആളുകൾ അതേ രീതിയിലാണ് താമസിക്കുന്നത്. സാധാരണ നിലയിൽ നമ്മൾ വടക്കേന്ത്യയിലൊക്കെ ചെന്നാൽ ആളുകൾ താമസിക്കുന്നത് പ്രത്യേക ഗ്രാമങ്ങളിലായിരിക്കും. ഇത് അങ്ങനെയല്ല, നമ്മുടെ നാട്ടിൽ യഥാർത്ഥത്തിലുള്ള അതേപോലെയാണ് ആളുകൾ താമസിക്കുന്നത്. നമ്മുടെ നാട്ടിലെ പോലെയാണ് കേട്ടോ ഇവിടെ വീടുകൾ. കാരണം അങ്ങോട്ടൊന്നും പിന്നെ വീടുകളൊന്നുമില്ല, അങ്ങോട്ട് മണിച്ചിന് മുമ്പോട്ടൊന്നും എടുത്ത് ഇതാ ഇങ്ങനെയാണ് താമസിക്കുന്നത്. നമ്മുടെ നാട്ടിലെങ്ങനെയാണോ താമസിക്കുന്നത് അതുപോലെയാണ് ഇവിടുത്തെ വീടുകളൊക്കെ. നല്ല നല്ല വീടുകളുണ്ട്, ഇതുപോലെ ചെറിയ വീടുകളുണ്ട്, മതിലുണ്ട്. പക്ഷെ നമ്മൾ ഇവിടെ മാവുണ്ട്, പ്ലാവുണ്ട്, വാഴയുണ്ട്, മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ആൻഡമാൻസിൽ വരുമ്പോൾ നമ്മുടെ കേരളത്തിൽ പോലെ തന്നെ നമുക്ക് ഇവിടെ തോന്നുന്നുണ്ട്.